അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ജാഅത് ഇംറാത്തുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു പെണ്ണിക വണ്ട്. ഫഖാലത്ത്, ആ പെണ്ണിക ചൊല്ലി, യാ റസൂലല്ലാഹ് ദഹബ റിജാലു ബി ഹദീസിക, നബിയെ നിങ്ങളൊട്ട് വന്നിട്ട് ആനിങ്ങ ഒരുപാട് ഹദീസുങ്ങ ദീൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളാറ്. അതുകൊണ്ട് ഫജഅല്ലനാ മിൻ നഫ്സിക യൗമൻ നാറ്റിക ഫീഹി തുഅല്ലിമുനാ മിമ്മ അല്ലമക്കല്ലാഹ്. നബിയെ ഞങ്ങൾക്കും ഒരു ക്ലാസ്സിലെ വ്യവസ്ഥയാക്കി തരണം. നബിയെ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്ന ദീൻ്റെ കാര്യം ഞങ്ങൾക്കും നിങ്ങൾ പഠിപ്പാട്ടി തരണം. ആ വിഷയത്തിൽ ആനിങ്ങ എല്ലാ നിലക്കുള്ള വ്യവസ്ഥ, പള്ളിയിൽ വന്നിട്ട് പഠിക്കുള്ള വ്യവസ്ഥ നിങ്ങൾ ആക്കി കൊടുത്തിട്ടുള്ളാറ്. പക്ഷെ ഞങ്ങൾക്കും ദീൻ്റെ കാര്യം പഠിക്കണമല്ലോ നബിയെ. അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു 4 പഠിക്കുകയുള്ളതായ വ്യവസ്ഥ, ഒരു ക്ലാസ് ഉണ്ടാക്കി തരണോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഇജ്തമിഅന യൗമ കദാ വ കദാ ഫി മൗളിൻ കദാ വ കദാ, ഇന്നാലെന്ന് പറഞ്ഞ നാളിൽ ഇന്നാലെന്ന പക്കത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടും. അണ്ടത്തെ നാളിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലും. അങ്ങനെ പെണ്ണുങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചതായ ആ നാളിൽ ആ പക്കത്ത് ഒരുമിച്ച് കൂടിയാറ്. എന്നിട്ട് ഫഅല്ലമഹുന്ന മിമ്മ അല്ലമഹുല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു പഠിപ്പാട്ടി കൊടുത്തതായ ദീൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി കൊടുത്തു. എന്നിട്ട് അണ്ടത്തെ നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തതായ ക്ലാസ് എന്ത് വിഷയത്തായിട്ട്, മാമിൻ കുന്ന മിൻ ഇംറാത്തിൻ തുഖദ്ദമു സലാസത്തും മിനൽ വലദ് ലം യബ്ലുഗുൽ ഹിൻസ ഇല്ലാ കാനൂ ലഹാ ഹിജാബൻ മിനൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണ്ടത്തെ നാളിൽ എടുത്തു കൊടുത്ത ക്ലാസ്സിലെ ഫസ്റ്റ് ഹദീസായിട്ട്, നിങ്ങളിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിങ്ങോ 3 കിടാക്കൾ മൗത്തായി പോയിട്ട് മക്ക, എങ്ങനത്തെ മക്ക ലം യബ്ലുഗുൽ ഹിൻസ, അങ്ങ് ദോഷത്തെ എത്തിച്ചിട്ടില്ലെങ്കിൽ അങ്ങ് പ്രായപൂർത്തിയായിട്ടില്ലാണ്ട്. ഒരാൾ ദോഷം എത്തിക്കൊണ്ടായെങ്കിൽ ദോഷം ചെയ്യാനുണ്ടായെങ്കിൽ പ്രായപൂർത്തിയാണല്ലേ. അപ്പം പ്രായപൂർത്തിയാവിടെ മുന്നലേ 3 മക്ക മരിച്ചു പോയിട്ട് എങ്കിൽ ആ മക്ക 4 ആഖിറത്തുള്ള പെണ്ണിങ്ങോ നരകത്ത് തൊട്ട് കാവലായിട്ടിക്കട്, രക്ഷയായിട്ടിക്കട്, മറയായിട്ടിക്കട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. ഫഖാലത്ത് ഇംറാത്തുൻ, അപ്പോൾ പെണ്ണിങ്ങ കേട്ടത്ത് സംശയം കേട്ടാറ്. വസനൈനി 2 മക്ക മരിച്ചെങ്കിൽ ഇതുപോലെ പക്ക ചെന്ന് വസനൈനി, അതെ 2 മക്ക മരിച്ചെങ്കിലും ഇതേപോലത്തെ അവസ്ഥ ആയിട്ടിക്കട്, ആഖിറത്തിൽ നരകത്ത് തൊട്ട് കാവലായിട്ടിക്കട്. അപ്പോൾ 2 കാര്യമായിരിക്കും മനസ്സിലാക്കൂല്ലേ. ഒന്ന് നോക്കൊരു പെണ്ണിങ്ങളെ ഒരു ഇൽമു പഠിക്കുന്ന ഒരു ആഗ്രഹം നോക്കൂ. അങ്ങനെ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടാക്കി തരണം, ഞങ്ങൾക്കും ക്ലാസ് എടുത്ത് തരണം. 4 ആണിങ്ങ വന്നിട്ട് പള്ളിയിൽ ക്ലാസ് കേൾക്കിടാറ്, ഞങ്ങൾക്കും ക്ലാസ് വേണമെന്നുണ്ട് ആഗ്രഹിച്ചത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസരെ പിന്നെ ഊറയിച്ച് കൊടുത്തു, ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തോണ്ട് എനിക്ക്. അപ്പോൾ ഇന്ന് സാധാരണയായിട്ട് എല്ലാ ക്ലാസ്സും ആണിങ്ങുമായിട്ട് കിട്ടും. വെള്ളിയാസരൻ്റെ ജുമാ കഞ്ഞെങ്കിൽ അവിടെ നല്ല ഖത്തീബ് ഉസ്താദിൻ്റെ വാളിക്കട് വേണം എത്ര അങ്ങ് ആനിക്ക് ഇൽമ കിട്ടും. ദൈക്കറ പോകണ്ട അത് വേറെ പ്രശ്നം. ആനിക്ക് അവിടെ പഠിക്കുക വ്യവസ്ഥ ഉണ്ട്. എല്ലാ നാളും സുബൈക്ക് സാധാരണ പള്ളിയിൽ ഇപ്പം എല്ലാം ക്ലാസ് തുടങ്ങി, അവിടെയും ആനിങ്ങുമായിട്ട് ക്ലാസ്. പക്ഷേ പെണ്ണിങ്ങും ക്ലാസ് ഇല്ല. പെണ്ണിങ്ങൾക്ക് എപ്പോഴെങ്കിലും വർഷത്ത് ചെന്നാൽ വാള് പ്രായത്തിൽ വെച്ചെങ്കിൽ അതേ ക്ലാസ്. അല്ലാണ്ട് ആ റായത്ത് ഇമാമുടെ മുഖാന്തര പെണ്ണിങ്ങോ ഒരു പരിപാടി കൊടുക്കട്ടെ, ഒരു ക്ലാസ് കൊടുക്കുന്ന വിഷയത്തിൽ ഇന്നും പല കമ്മിറ്റിങ്ങ ഇന്നും തീരുമാനിച്ചിട്ടില്ല. ഇത് വലിയൊരു ആപത്തായിട്ട് ഏതുപോലെ എല്ലാ നാളിലും ആനിക്ക് ക്ലാസ് ഞങ്ങൾ എടുത്തു കൊടുക്കണമോ, പെണ്ണിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വാർത്തോർക്കെങ്കിലും ക്ലാസ് ഞങ്ങൾ എടുത്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ പെണ്ണിങ്ങോടെ സുധാരേ. പെണ്ണിങ് സുധാരില്ലെങ്കിൽ പിന്നെ എങ്ങനെ സുധാരേ, സുധാരില്ലെങ്കിൽ പിന്നെ റായ എങ്ങനെ സുധാരേ. അപ്പം എല്ലാ റായത്തും എല്ലാ ഔത്തിൻ്റെ മൂല പെണ്ണിങ് ആയിരിക്കും. പെണ്ണിങ്ങോ ദീനുണ്ട എങ്കിൽ ഔത്തുക്കും റായത്തും ദീനുണ്ട്. താലീമുൽ ഫതയാത്തി അസാസുദ്ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നത്. യുവതികളായ പെണ്ണിങ്ങോ ദീന് പരിപാടി കൊടുക്കുന്നത് അത് പിന്നെ ദീൻ്റെ അടിത്തറ ഫൗണ്ടേഷനായിട്ട് ഫൗണ്ടേഷൻ കട്ടിയുണ്ടെങ്കിൽ അക കട്ടിയുണ്ടല്ലേ. അതുപോലെ
പെണ്ണുക്ക് ഇൽമ് പടിപാട്ടി കൊടുക്കണം. ആ പെണ്ണുക്ക് ഇൽമ് താലീമാത്ത് ഇൽമ് കിട്ടിത്തിണ്ടായെങ്കിൽ ആ പെണ്ണിടെ മുഖാന്തര ആ പെണ്ണിടെ മക്ക ഭർത്താവ് ഔത്രങ്ങൾ എല്ലാവരും നല്ല അവിടെ ശരി അത്ര താക്കത്ത് പെണ്ണ് കൊണ്ടു അവൾ മാത്ത് ഇൽമ് കിട്ടില്ലുണ്ടായെങ്കിൽ അവളും ബെടക്കായാൽ ബാക്കിരങ്ങളും അവൾ ബെടക്കാക്കോ ചാൻസ് ഉണ്ട്. ഇന്ന് നടക്കുന്നതായ പല നിലക്കുള്ള മങ്ങിലത്തോടെ അവിടെ മൂടെല്ലാം നടക്കുന്ന അനാചാരങ്ങൾ അതെല്ലാം മൂല പെണ്ണിങ്ങായിരിക്കും. അവത്ര പെണ്ണിങ്ങ അവർ സംസാരത്തെ പെണ്ണിങ്ങ ദീനിലുള്ളാറുണ്ടായെങ്കിൽ ഇങ്ങനത്തെ അനാചാരങ്ങൾ ആക്കോ വിടില്ല. ആണിങ്ങ ചെന്നിങ്ങ പേരും ധൂമമാറ് അങ്ങനെ റിമോട്ടെല്ലാം പെണ്ണിങ്ങൾട്ടായിട്ടിക്കട്. അപ്പോൾ പെണ്ണിങ്ങോ ദീന് വേണം. ആ ദീന് പഠിക്കാനുള്ളതായ വ്യവസ്ഥകൾ ഓരോ റായത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാക്കി കൊടുക്കണം. ഓരോ ഖതീബുമാർ അതൊക്കെ ഇൻട്രസ്റ്റ് കാട്ടണം. അങ്ങനെ കാട്ടിലുണ്ടായെങ്കിൽ വലിയ നഷ്ടമായിട്ടിക്കട്. ആ പെണ്ണിങ് വാർത്തവർക്കെങ്കിലും ഒരു ക്ലാസ് കൊടുക്കുന്നതായ വ്യവസ്ഥ പ്രത്യേക റായത്തിലും ഉണ്ടാവണം. എന്നിട്ട് എന്തൊരു ഹറാമ് എന്തൊരു ഹലാല് അതുപോലെ മക്കളെ ബലത്തിടെ എങ്ങനെ അതുപോലെ ബാക്കി എല്ലാ വിഷയത്തിലും നമുക്ക് ഹദീസിലും ഖുർആൻ്റെ എത്ര വിഷയമുണ്ട്, മഹാന്മാരെ ഗ്രന്ഥത്തിൽ എന്തെല്ലാം വിഷയമുണ്ട് ദീൻ്റെ കാര്യങ്ങൾ അതെല്ലാം ചൊന്നു കൊടുത്തെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാവും. ഒരൗത്തിൽ മൗത്തായി പോയെങ്കിൽ മക്ക മരിച്ചു പോയെങ്കിൽ പെണ്ണിങ് ആക്കടെ രാധാന്തങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ പിടിച്ചു വെക്കുക സാധ്യമില്ല. അങ്ങനത്തെ അവസ്ഥയായിട്ടേക്ക്. പക്ഷേ ഒരു കിരാവ് മരിച്ചിട്ടുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഔത്തിൽ ഒരു കിരാവ് മരിച്ചു പോയെങ്കിൽ അതിൽ കൂടെ ഞങ്ങൾക്ക് ആഖിറത്തിൽ കിട്ടുന്നതായ വലിയ അമോഘമായ പ്രതിഫല നരകത്തെ തൊട്ട് ഞങ്ങൾക്കത് കാവലായിട്ടിക്കട് സബർ ചെയ്യണോ ചെല്ല ഒരു ഉപദേശം ആ പെണ്ണിങ്ങു ഈ മുഖാന്തര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കി കൊടുത്തു. അതായിരിക്കും പെണ്ണിങ്ങു സബറിനെ സംബന്ധിച്ചായിട്ട് കണ്ടത്തെ ക്ലാസ്. നിങ്ങൾ ആർക്കെങ്കിലും കിരാവ് നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊണ്ടില്ല. എന്നാൽ ആഖിറത്തിൽ ആ കിരാവ് നിങ്ങൾക്ക് രക്ഷയായിട്ട് ഇക്കിടുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിങ്ങു ബോധനാക്കിയത്. അപ്പോൾ അത് സബറിൻ്റെ ബോധനായിട്ടിക്കട്. ഈ ക്ലാസ് കേട്ട ഏതൊരു പെണ്ണിങ്ങോ എപ്പെങ്കിലും ഒരു കിരാവ് മരിച്ചു പോയെങ്കിൽ കണ്ടിത്തായിട്ടും സബർ ചെയ്യുക അത് കാരണമാവിടൂ. അല്ലെങ്കിൽ റാദ്ധാന്താക്കിയിട്ട് ഉള്ള കൂല്യം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയായിട്ടേക്ക്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയത്തിലും മാപ്പിളമാരെ ബഹുമാനം എന്തരേ അങ്ങനെ ഹിദ്മത്തെടുത്തെങ്കിൽ ബഹുമാനം കിട്ടുന്നതായ പ്രതിഫലം എന്തരേ ഒരു സംസാരത്തെ നടത്തുമ്പോൾ അവിടെ മക്കളും ദീനിയായ നിലക്ക് വളർത്തുക അതിൽ കിട്ടുന്നതായ കൂലി എന്തരേ ഇതെല്ലാം പെണ്ണിങ്ങും അങ്ങക്ക് ഓരോ സമയത്തിലും ഉപദേശം കിട്ടിയിട്ടുണ്ടായെങ്കിൽ കണ്ടിതായിട്ടും പെണ്ണിങ്ങ ചെറുത്തപ്പി പോകണ്ടില്ല. അങ്ങനെ നല്ല ആൻറ്റിക്കിടാറ് ആനികളാൻറ്റി യാറെ പഠിക്കുകയും അതുപോലെ അമൽ ചെയ്യുകയും പെണ്ണിങ് എപ്പോഴും മുമ്പന്തിയുള്ള നല്ല മനസ്സിലങ്ങ് ആയിട്ടിക്കിടാറ് ചെല്ലത് ഞങ്ങൾ അനുഭവത്തിൽ മനസ്സിലാക്കിയതായിരിക്കും. പക്ഷേ അങ്ങ് തീരെ ഇൽമുടെ നസീയത്ത് അങ്ങനെ കലമ്പിൽ പോണില്ലെങ്കിൽ അങ്ങ് ബെടക്കാവിടാറ്. ബെടക്കായെങ്കിൽ ഇത് ഈ കുടുംബമേ ബെടക്കായി പോകണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നാളെ പെണ്ണിങ്ങൾക്ക് ധാരാളം ഇൽമു പഠിക്കുള്ള വ്യവസ്ഥകൾ അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി